ഐ നോബഡി എങ്ങനെയുണ്ട്? ഈ സിനിമ ഈ ഇടയ്ക്ക് റിലീസായി. ആരുടെയൊക്കെ തല തിന്നണമെന്ന് രാജീവൻ തന്നെ തീരുമാനിച്ചു. പൃഥ്വിരാജാണ് നായകൻ. ഈ സിനിമ എങ്ങനെയുണ്ട് എന്നാണ് എല്ലായിടത്തും കൂടുതലായിട്ടുള്ള റിവ്യൂ. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് എന്നും സെക്കൻഡ് ഹാഫ് ലേഗ് അടിക്കുന്നുമുണ്ട്. എന്നാൽ ഒരുപക്ഷെ എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റാത്ത ഒരു സിനിമയായിരിക്കാം ഐ നോബഡി. സർവൈവ് ചെയ്യാൻ പുൽച്ചാടിക്ക് പുല്ല് മാത്രം തിന്നാ പോരാ, തവളയും തിന്നണം. ഇനി ആരുടെയൊക്കെ തല തിന്നണമെന്ന് രാജീവൻ തന്നെ തീരുമാനിച്ചു. പലർക്കും പല രീതിയിലാണ് ഐ നോബഡി വർക്കാകുന്നത്. ട്രെയിലർ പുറത്തു വന്ന് തുടങ്ങിയപ്പോൾ അതിന്റെ ഒരു സസ്പെൻസ് ത്രില്ലിംഗ് മൂഡുണ്ട്. അതിന് നീതി പുലർത്തിയോ എന്ന് സിനിമ എന്നുള്ള ചോദ്യമുണ്ട്. അതിനും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. റോഷാക്കിലൂടെ ഒരു വേറിട്ട ഒരു മേക്കിംഗ് മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടറാണ് നിഷാം ബഷീർ. അദ്ദേഹം ആ ഒരു പാറ്റേൺ ഐ നോബഡിയിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചേയില്ല. പൃഥ്വിരാജിന്റെ കഥാപാത്രം എടുത്താൽ രാജീവ് എന്ന കഥാപാത്രത്തോടെ പൃഥ്വിരാജ് തകർത്തിയിട്ടുണ്ട് എന്നും നമ്മൾക്ക് പറയാം. ഇൻട്രോ ഒക്കെ അതിഗംഭീരമാണ്, പൊളിയായിട്ടുണ്ട്. ഓരോ സിനിമ കഴിയുമ്പോഴും നന്നായി പാകപ്പെട്ട് വരുന്ന പോലെ നമ്മുടെ പൃഥ്വിരാജ് സ്കില്ല് ഇംപ്രൂവ് ആക്കുന്നുണ്ട്. മാനസികമായും ഏറെ സങ്കീർണ നിറഞ്ഞ ഒരു കഥാപാത്രമാണ് നമ്മുടെ രാജീവിന്റെ കഥാപാത്രം. ഫൈറ്റ് എല്ലാം ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ ടേസ്റ്റ് വ്യത്യസ്തപ്പെട്ടതായതിനാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് സിനിമ ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണാൻ മറക്കരുത്. അത്യാഗ്രഹം, പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വിചാരണ, പോലീസിംഗ്, രാഷ്ട്രീയം എന്നിവയെല്ലാം ചുറ്റിപ്പെട്ട് ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് ഐ നോബഡി. സോഷ്യലി ഒരു റിലേറ്റീവ് ആയിട്ട് ആഡ് ആവുന്ന ഒരു സിനിമയാണ്. മൊത്തത്തിൽ അതിഗംഭീരമായിട്ടുള്ള മൂവിയാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മസ്റ്റായി വാച്ചബിൾ മൂവിയായി നമുക്ക് ഈ ഐ നോബഡി എടുക്കാം. ഐ നോബഡി മൂവി കണ്ടവർ എങ്ങനെയുണ്ട് എന്നും കാണാത്തവർ കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.